ജസ്ന തിരോധാനത്തിൽ സിബിഐക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ്. ജസ്നയെ അപായപ്പെടുത്തിയതാകാം. തിരോധാനത്തിന്റെ അവശേഷിപ്പുകൾ മുണ്ടക്കയത്ത് തന്നെയുണ്ട്. തന്റെ സമാന്തരമായ അന്വേഷണത്തിലൂടെ പല കാര്യങ്ങളും കണ്ടെത്തിയതായും ജസ്നയുടെ പിതാവ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു. അതിനു മുൻപായി ജസ്നയുടെ പിതാവിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, CBI അല്ല ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിംഗ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ CBI അന്വേഷിക്കുന്ന പോലെ, ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സൂചന കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും CBIക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് 6 മാസ കാലാവധി കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖല വിട്ടു പോയിട്ടില്ലെന്നോ? ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസരം തന്നെ, അതിനപ്പുറത്തില്ല. എല്ലാം ലവ് ജിഹാദും മറ്റുള്ള ഒത്തിരി പേർ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല, ഇന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും എന്നെ ഇത് സമൂഹം ഇതുവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ എന്നെ വിളിച്ചാൽ. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ CJM കോടതിയിൽ നൽകിയ ഒരു ഹർജിയുണ്ട് ജസ്നയുടെ പിതാവ്. അതിൽ CBI അന്വേഷണത്തിൽ കണ്ടെത്താനാകാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു അതൃപ്തിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ജസ്നയുടെ പിതാവ് പറയുന്നത് സമാന്തരമായി ഒരു അന്വേഷണം നടത്തിയ ഒരു അജ്ഞാത സുഹൃത്തിനെ കുറിച്ചൊക്കെ വിവരങ്ങളുണ്ട്. മാത്രമല്ല മുണ്ടക്കയത്ത് തന്നെയുണ്ട്. ഒരു പക്ഷേ ജീവനോടെയുണ്ടോ എന്നുവരെ സംശയമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്? ലക്ഷ്മി, ജസ്ന കേരളം വിട്ടുപോകാനുള്ള സാധ്യതയില്ല എന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നത്. വിദേശത്തേക്ക് കടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അവശേഷിപ്പുകൾ മുണ്ടക്കയത്ത് തന്നെയാണ് ഉണ്ടാകുക. ജസ്ന മുണ്ടക്കയം വിട്ടുപോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. CBIയുടെ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിൽ തന്റെ നേതൃത്വത്തിൽ ഒരു ടീമായി തിരിഞ്ഞ് തന്റെ മകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ CBIക്ക് കണ്ടെത്താനാകാത്ത പല കാര്യങ്ങളും തങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജസ്നയുടെ പിതാവ് പറയുന്നു. CBIയുടെ അന്വേഷണത്തിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടക്ക അന്വേഷണ സമയത്ത് തന്നെ ലോക്കൽ പോലീസിനും പല കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോക്കൽ പോലീസിനും ഒപ്പം CBIക്കും സംഭവിച്ചിരിക്കുന്ന വീഴ്ചയും CBIക്ക് കണ്ടെത്താനാകാത്ത പല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും തന്റെ നേതൃത്വത്തിൽ ഒരു ടീമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടുണ്ട്. തന്നെയും ജസ്നയുടെ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്കടക്കം വിധേയനാക്കിയിട്ടുണ്ട്. ജസ്നയുടെ സുഹൃത്തിന് ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധമൊന്നുമില്ല എന്ന നുണപരിശോധനകളിലൂടെ തെളിഞ്ഞിട്ടുണ്ട് എന്നും ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട്. താൻ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ടീമുമായി ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. CBIയുടെ റിപ്പോർട്ട് തന്റെ കൈവശം വാങ്ങിയതിനു ശേഷം ഒപ്പം താനും സംഘവും നടത്തിയ അന്വേഷണവുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട്. ഈ കാര്യങ്ങൾ 19-ന് കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം കോടതിയിൽ കൈമാറും എന്നാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. അപായപ്പെടുത്തലിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട്. ജീവനോടെ ഉണ്ടെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ തന്നെ ജസ്നയ്ക്ക് ബന്ധപ്പെടാനാകില്ല. ഫോണിൽ ബന്ധപ്പെടും. ഫോണിൽ ഒരു തവണയെങ്കിലും തന്നെ വിളിക്കാതിരിക്കാനാകില്ല എന്നുള്ള ഒരു കാര്യം ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ സമാന്തരമായ അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ താനും സംഘവും ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ 19-ന് കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം കോടതിയിൽ കൈമാറും. CBIയുടെ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല. CBIക്ക് പല കാര്യങ്ങളും കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായിട്ടില്ല. പല കാര്യങ്ങളിലേക്കും എത്തിപ്പെടാനും സാധിച്ചിട്ടില്ല. ഈ എത്തിപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞിരിക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.